അമ്മയ്ക്ക് അറിയാമോ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, കർത്താവ് പറഞ്ഞാൽ ഞാൻ ചെയ്യും, വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല, അത്രേ എനിക്കറിയത്തുള്ളൂ. ഞാൻ എൻ്റെ മുറിയിൽ കടന്ന് ശനിയാഴ്ച അദ്ദേഹം വരുമെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച മുഴുവൻ ഞാൻ കർത്താവിൻ്റെ മുമ്പിലിരുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവെ ഞാൻ എന്തോ ചെയ്യും, ആ വ്യക്തി വരികയാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും, എനിക്കൊന്നും അറിഞ്ഞുകൂടാ കർത്താവെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യം പ്രാർത്ഥിച്ചു. അപ്പം അവിടുന്ന് കൊണ്ടുവന്ന ഒരു വചന പെട്ടി എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, കർത്താവെ ഈ വചന പെട്ടിയിൽ ഞാൻ പ്രാർത്ഥിച്ചൊരു സ്ലിപ്പ് എടുക്കും, അതിലെനിക്ക് ഉത്തരം തരണം. ഒരു സ്ലിപ്പ് എടുത്തു, ഉത്തരവില്ല. വീണ്ടും തീക്ഷ്ണമായിരുന്നു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ സ്ലിപ്പ് എടുത്തു, അതിലും ഉത്തരവില്ല. ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് വചനത്തിൽ വരുന്നത്. മൂന്നാമതും പ്രാർത്ഥിച്ചു, മൂന്നാമതൊരു സ്ലിപ്പ് എടുത്തു, അതിലും ഉത്തരവില്ല. ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞു, കർത്താവെ എനിക്ക് അറിയത്തില്ല, നാളെ ആ വ്യക്തി വരുമ്പോൾ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും എന്നിങ്ങനെ നിസ്സഹായമായിട്ട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ രൂപം എൻ്റെ കണ്ണിൽ തെളിയാൻ തുടങ്ങി. കർത്താവ് ഇങ്ങനെ ഒരു കൂട്ടുകാരനെ പോലെ ഒരു കണ്ണ് ഇറുക്കി അടച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറയാണ്, മോളെ അവൻ വരത്തില്ല. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ കർത്താവ് പറയുമോ? ദൈവമല്ലേ, ദൈവം ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഞാനത് ശരിയാണെന്ന് തോന്നിയില്ല. ഞാൻ വീണ്ടും കണ്ണടച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ നാളെ ആ വ്യക്തി വരുമ്പോൾ ഞാൻ എങ്ങനെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും? വീണ്ടും ഇതേപോലെ കർത്താവ് വീണ്ടും എൻ്റെ മുമ്പിൽ വന്ന് ഒരു കണ്ണ് ഇറുക്കി അടച്ചോണ്ട് പറയും, മോളെ അവൻ വരത്തില്ല. 3 പ്രാവശ്യം ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചിരിയും വന്നു പോയി. ഞാൻ ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ എൻ്റെ മുറിക്ക് പുറത്ത് വന്നപ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിക്കുക, അമ്മേ കർത്താവ് എന്തോ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ആ അങ്കിള് വരട്ടെ, അപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്ന്. അങ്ങനെ ശനിയാഴ്ച രാവിലെ മുതൽ എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരനെ നോക്കിയിരിക്കുക. രാവിലെയായി, ഉച്ചയായി. അപ്പോൾ പുള്ളിക്കാരൻ വരുമെന്ന് പറഞ്ഞാൽ വരും, തീർച്ച വരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി, സന്ധ്യയായി, പുള്ളിക്കാരൻ വന്നില്ല. വരാതായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു, അയാൾ വന്നില്ലല്ലോ പ്രാർത്ഥിക്കാൻ. ഞാൻ സാരമില്ല, കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വരത്തില്ലെന്ന്. ഇങ്ങനെ തുടങ്ങി. ആ ധ്യാനം കഴിഞ്ഞ് വന്ന നിമിഷം മുതൽ കർത്താവ് എൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അപ്പോൾ ദൈവം എന്നുള്ളതിനേക്കാളുപരി എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, എന്നോട് ചേർന്ന് നടക്കുന്ന, എന്നെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരനായി മാറി യേശു എൻ്റെ ജീവിതത്തിൽ. എന്നെ വീട് കാര്യങ്ങളിൽ പോലും സഹായിക്കുന്ന ഒരു ശക്തി എന്നെ നയിക്കാൻ തുടങ്ങി. പല ഘട്ടത്തിലും ഈ ശക്തി എന്നിലൂടെ പ്രവഹിക്കുന്നത് കണ്ട് ഞാൻ തന്നെ അമ്പരന്ന് പോയിട്ടുണ്ട്. പ്രാർത്ഥിക്കേണ്ട വിധം, കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും കർത്താവിനെ പഠിപ്പിച്ചു. പലപ്പോഴും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കും, കർത്താവെ എൻ്റെ ജോലി തിരക്കിനിടയിൽ എനിക്കൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ കർത്താവിനെ ആശ്വസിച്ചിട്ടുണ്ട്, എന്തിനാ മോളെ നീ അങ്ങനെ വിഷമിക്കുന്നേ? നീ തുണി നനയ്ക്കുമ്പോൾ, അടുക്കളയിൽ കറി പാചകം ചെയ്യുമ്പോൾ, നീ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാം നിനക്ക് എന്നോട് സംസാരിക്കാമല്ലോ. നിൻ്റെ ആ അടുപ്പം, ആ സംസാരം, അതാണ് എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. നിനക്ക് ഞാൻ കൂടുണ്ടെന്നുള്ള വിശ്വാസം, എന്നോടുള്ള അടുപ്പം, അത് മാത്രം എനിക്ക് മതി. അപ്പോഴാണ് ഞാൻ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം തിരിച്ചറിഞ്ഞത്. അതോടുകൂടി 24 മണിക്കൂർ ഓരോ നിമിഷവും എൻ്റെ പ്രാർത്ഥനയായിട്ട് മാറി. ഉറങ്ങുമ്പോൾ പോലും ആത്മാവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവാൻ തുടങ്ങി. പലപ്പോഴും ഞാൻ എൻ്റെ ശരീരം ഉറങ്ങിക്കിടക്കുമ്പോൾ ഉള്ളിലൊരു ശബ്ദം പാട്ടുകൾ പാടുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഉണർന്നിരിക്കുന്നത് കേട്ട് ഞാൻ ഉണർന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, എന്താണ് ദൈവമേ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും കുഴപ്പമാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു അമാനുഷിക ശക്തി എന്നെ നയിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കർത്താവ് എനിക്ക് തന്നത് ഒരു ഓണക്കാലത്താണ്. വെക്കേഷൻ സമയത്ത് എൻ്റെ മോൾ അന്ന് തിരുവനന്തപുരത്ത് പഠിക്കുക. അവളെ പോയി വിളിച്ചുകൊണ്ട് വരണം. ഭർത്താവിന് ലോങ് ഡ്രൈവൊന്നും പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ഞാൻ പണ്ട് കാലത്ത് കാർ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദുരിതപൂർണമായ ജീവിതകാലത്ത് ഈ ഡ്രൈവിങ്ങിനൊന്നും പറ്റാതെ ആ ലൈസൻസ് മടക്കി പെട്ടിയുടെ അടിയിൽ വെച്ച് വണ്ടി ഓടിച്ചിട്ടില്ല. എനിക്കറിയാനും വയ്യ, ആ സ്ഥിതിയിലിരിക്കുക. അങ്ങനെ കർത്താവുമായിട്ട് സംസാരിച്ച് ജീവിതം തുടങ്ങിയ ആ സമയത്ത് കർത്താവ് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയാം, മോളെ നീ ആ ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. ഞാൻ പറഞ്ഞില്ല കർത്താവേ, എനിക്ക് അതിനോടുള്ള ആഗ്രഹം എല്ലാം വിട്ടു, എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യണമൊന്നുമില്ല, എനിക്ക് അതിനുള്ള ക്രൈസ് എല്ലാം പോയി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെ നിൻ്റെ ഭർത്താവ് രോഗിയായിരുന്ന സമയത്ത് അവനെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ നിനക്ക് ചിലപ്പോൾ വണ്ടി എടുക്കേണ്ടി വരും, നീ അത് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കർത്താവിൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഒരു 3-4 ദിവസം ഒരു ഡ്രൈവറെ വെച്ച് ഞാൻ ഈ ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു. ആ സമയത്ത് എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഓടിക്കാനും പറ്റുന്നില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, ഞാൻ ഒന്ന് പോയി അവളെ വിളിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ സാധാരണ അദ്ദേഹം ഭയങ്കര വെപ്രാളമുള്ള ആളാണെങ്കിലും എൻ്റെ ഈ ഒരു വിശ്വാസവും ധൈര്യവും ഒക്കെ കണ്ടുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തനിയെ, ഇപ്പോൾ വീട്ടിലാരും അറിയുന്നില്ല ഞാൻ തനിയാണെന്ന്. എൻ്റെ 2-3 കൂട്ടുകാരൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ തനിയായിരുന്നു. വണ്ടി എടുത്ത് കുറച്ച് ദൂരം മുമ്പോട്ട് പോയപ്പോൾ പെട്ടെന്നൊരു പേടി എനിക്ക് വരാൻ തുടങ്ങി. ഇവിടുന്ന് തിരുവനന്തപുരം വരെ എത്തി മോളെയും വിളിച്ച് തിരിച്ചെത്തണം. അത്രയും ദൂരം ഞാൻ വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചിട്ടില്ല.
എനിക്ക് പെട്ടെന്നൊരു പേടി വന്നപ്പോൾ ഞാൻ കാറ് ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. എൻ്റെ കർത്താവെ, എനിക്ക് പേടിയാവുന്ന എൻ്റെ കൂടെ ഒന്നുണ്ടായിരിക്കണേ എന്ന് ഹൃദയം തുറന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ നോക്കുമ്പം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വലതുവശത്തിരിപ്പുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്, മുഖം ഞാൻ കണ്ടില്ല, പക്ഷേ ദേഹം മുഴുവൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് സഹിതം എല്ലാം എനിക്ക് കാണാം. വലിയൊരു ധൈര്യം എനിക്ക് കിട്ടി. കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ഓടിച്ചോ എന്ന് പറഞ്ഞു. ആ ധൈര്യത്തിൽ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയി. മോളെയും തിരിച്ച് വിളിച്ച് കാറിൽ കയറ്റി തിരിച്ച് കാറ് ഇറക്കാൻ നേരം ഞാൻ പറഞ്ഞു, മോളെ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞു. മോളെയും കാറിൽ കയറ്റി തിരിച്ച് വണ്ടി എടുക്കുന്ന സമയം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തേക്ക് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും കണ്ണടച്ച് കർത്താവിൻ്റെ രൂപം ധ്യാനിച്ചുകൊണ്ടൊരു പ്രാർത്ഥനയായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അറിയുന്നില്ല, വണ്ടി മുമ്പോട്ട് ഓടുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കൊല്ലത്തെത്തി വണ്ടി നിർത്തി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അല്പസ്വല്പമൊക്കെ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന എൻ്റെ മകള് അത്ഭുതപ്പെട്ട് കാറിലിരിക്കുക, ഇറങ്ങുന്നില്ല. എന്താ മോളെ ഇറങ്ങാത്തെ? അമ്മ എന്തുവാ ഈ കാണിച്ചേ? ഞാൻ എന്ത് കാണിച്ചു? അമ്മ ഇത്രയും നേരം പ്രാർത്ഥിച്ച സമയം മുഴുവനും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഈ കൊല്ലത്തെത്തുന്നവരെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാനല്ല ആ വണ്ടി ഡ്രൈവ് ചെയ്തത്. കർത്താവ് എനിക്ക് വേണ്ടി വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ കൊണ്ടെത്തിച്ചു എന്ന് മനസ്സിലാക്കി. അപ്പോൾ ശരിക്കും ആ ഒരു ശക്തി എങ്ങനെ ഇതെന്നെ നയിച്ചുകൊണ്ട് പോകുന്നു. പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്കിതിൻ്റെ ഉത്തരം പിടികിട്ടുന്നില്ല. എനിക്ക് ബൈബിള് വായിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരോടും എനിക്കൊന്നും ചോദിക്കാനും വയ്യ. ആരോടെങ്കിലും ചോദിച്ചാൽ ഇരട്ടി കൺഫ്യൂഷൻ ആക്കിക്കളയുമോ എന്നൊരു പേടിയുണ്ട്. അത് കാരണം ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത നാത്തൂന് അവരുടെ ജീവിതത്തിലൊരു വലിയ പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ദേഷ്യം, വഴക്ക്, അവസാനം വിവാഹമോചനത്തിൻ്റെ ഘട്ടം വരെ എത്തി. അപ്പോൾ എൻ്റെ അപ്പച്ചി പറയുകയും ചെയ്തു, ഇവിടുന്ന് ഇറങ്ങിപ്പോയ സാത്താനിപ്പോൾ അവിടോട്ടാണ് ചെന്ന് കയറിയാണ്. അതേപോലൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവരെ പെട്ടെന്നൊരു ധ്യാനത്തിന് കൊണ്ടുപോകണം എന്നൊരു സ്റ്റേജ് വന്നു. ആ സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാനൊന്ന് ധ്യാനത്തിന് പൊയ്ക്കോട്ടെ ഇവരുടെ കൂടെ എന്ന് ചോദിച്ചു. കർത്താവ് എന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. കർത്താവ് പറഞ്ഞു, മതി, നീ പ്രാരംഭ ധ്യാനം കൂടിയത്, നീ ഇനി വളർച്ചയുടെ ധ്യാനമാണ് കൂടേണ്ടത്. അപ്പോൾ ഈ പ്രാരംഭ ധ്യാനം എന്തുവാ, വളർച്ചാ ധ്യാനം എന്തുവാ, ഇതും എനിക്കറിയത്തില്ല. എല്ലാം കർത്താവ് തന്നെ പറഞ്ഞു തരുക. ഞാൻ വളരെ ക്ഷമയോടെ ആ ധ്യാനത്തിന് പോകാതെ പിടിച്ചു നിന്നു. വളർച്ചാ ധ്യാനത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ഒരു ധ്യാനത്തിന് പോയപ്പോഴാണ് ഒരു വ്യക്തിയിൽ കർത്താവിൻ്റെ ഒരു ശക്തി, ആ വിശുദ്ധീകരണം കടന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ കർത്താവിൻ്റെ ഒരു അമാനുഷിക ശക്തി പലപ്പോഴും പ്രകടമാവും എന്നൊരു പോയിൻ്റ് ആ ധ്യാനത്തിൽ വെച്ച് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും നാളും കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത് ഇതായിരുന്നു, എന്നെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കാനായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് പലരുടെയും ആത്മീയമായിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ, മതി, ഞാനെല്ലാം വിടുകയാണ്, എൻ്റെ കുടുംബവും വിട്ട് ഈ ബൈബിളും കൊണ്ട് ഒരു വെള്ള വസ്ത്രവും ധരിച്ച് ഞാൻ ഇറങ്ങുകയാണ് നിനക്ക് വേണ്ടി പ്രഘോഷിക്കാനെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അവിടെ ഇരിക്കുക, ആയിരിക്കുന്ന അവസ്ഥയിൽ നീ ഇരിക്കുക, നിൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ അതിനുവേണ്ടിയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നീ എനിക്ക് വേണ്ടി അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നിന്നെ ഞാൻ പുറത്തോട്ട് കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞു. വലിയ വിഷമം തോന്നി, പുറത്തിറങ്ങാൻ